അപ്പോൾ ഗൈസ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുള്ള ഈ ഒരു റീൽ വീഡിയോ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ട്രെൻഡിങ് ആണ്. ഇപ്പോൾ കപ്പിൾസിന്റെ ഒരുപാട് റീൽസ് ഇതേപോലത്തെ വരുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നത് ട്യൂട്ടോറിയൽ ചെയ്യുമോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ആ ഒരു റീൽ വീഡിയോ അങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന്റെ ട്യൂട്ടോറിയൽക്ക് കടക്കുന്നതിന് മുമ്പ് ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിവിടെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനിവിടെ ഇത് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പറയുന്നത് നമ്മുടെ CapCut വെച്ചിട്ടാണ്. അപ്പോൾ ഇത് CapCut തന്നെ ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്കിത് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് അവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ന്യൂ പ്രൊജക്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റീല് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റീൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പറയുന്നത് അതിന്റെ മ്യൂസിക്കും പിന്നെ ആ ഒരു വീഡിയോന്ന് കറക്റ്റ് നമുക്ക് അതിന്റെ ആ ഒരു മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് അറേഞ്ച് ചെയ്തുള്ള ക്ലിപ്സിന്റെ ഡ്യൂറേഷൻസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റീൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ നമ്മൾ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടാവും. ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ ഓഡിയോ നമുക്ക് മാറി കിട്ടും. വീഡിയോ സെപ്പറേറ്റ്, ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതായത് വീഡിയോ അല്ല ഓഡിയോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ബീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഈ ഒരു മ്യൂസിക്കിന്റെ ലെയർ നിങ്ങൾ മാക്സിമം സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഒരു ആഡ് ബീറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മളെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് വൈറ്റ് ലൈൻ ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ എവിടെ വെച്ചിട്ടാണ് ഈ ഒരു കാർട്ടൂൺ ടൈപ്പ് ആയിട്ടുള്ള ഇമേജ് കയറി വരുന്നത് നോക്കുക. അവിടെ നിങ്ങൾ ഒരു ആഡ് ബീറ്റ് കൊടുക്കുക. അപ്പോൾ ഇതേ മെത്തേഡിൽ ആ ഒരു ഇപ്പൊ ഈ ഒരു ഇവിടുന്ന് ഫസ്റ്റ് ബീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇമേജ് എവിടുന്ന ഈ കാർട്ടൂണിന്റെ ഇമേജ് എവിടുന്ന പോണ് നോക്കുക. അവിടെ നിങ്ങളൊരു ബീറ്റ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് എവിടുന്ന വരുന്നത് നോക്കുക, അവിടെ ബീറ്റ്. അപ്പൊ ഇതേപോലെ ആ കാർട്ടൂൺ ഇമേജ് വരുന്നതും പോണതും നോക്കി കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ ബീറ്റ് മാർക്ക് ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഈ ഒരു വീഡിയോന്ന് എടുത്തിട്ടുള്ള ഇമേജസിന്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നെക്സ്റ്റ് വീഡിയോ ആണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ എവിടുന്ന എൻഡ് ചെയ്യുന്നത് നോക്കുക, അവിടെ ഒരു ബീറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു നീല കളർ കാർട്ടൂൺ ടൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടുന്ന പോണ് നോക്കുക, അവിടെ ബീറ്റ്. അപ്പൊ ഇതേ മെത്തേഡിൽ നിങ്ങൾ ബാക്കി ഈ ഒരു മ്യൂസിക് എവിടെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ കറക്റ്റ് ആക്കിയിട്ട് ഇപ്പൊ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വീഡിയോ, ആ ഒരു വീഡിയോന്ന് എന്താ പറയാ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു കാർട്ടൂൺ ടൈപ്പ് വരുന്ന ഭാഗത്തേക്ക് നമ്മളെ വീഡിയോ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫുൾ വ്യൂ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് ഇമേജിൽ നിന്ന് ഇതേപോലെ കാർട്ടൂണിലേക്ക് മാറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ബാക്കി ഇവിടേക്കൊക്കെ അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു സെക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ബാക്കി സെയിം മെത്തേഡ് ആയതുകൊണ്ട് ബാക്കി നിങ്ങൾ ഇതേ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ബാക്കി ഭാഗം കൂടി നിങ്ങൾ ഫിനിഷ് ആക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ ഒരു ബേസ് എഡിറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ആണ്. ആ വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ആ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിക്കുന്ന കാര്യം, സ്ക്രീൻഷോട്ട് ഇമേജ് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുക. കറക്റ്റ് ആ ഒരു ബീറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതിൽ വീഡിയോ ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഫോട്ടോസ് വെച്ച് ചെയ്യുന്നത് അത്രക്ക് നല്ലതല്ല, കാരണം വീഡിയോസ് ആണ് ഒന്നുകൂടി ബെറ്റർ ആവുക. അപ്പൊ ഞാൻ എന്തായാലും എന്റെ കയ്യിൽ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ചെയ്ത് കാണിച്ചിരുന്നത് ഒരു ഫോട്ടോ വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ മ്യൂസിക്കിന് കറക്റ്റ് ബീറ്റ് മാർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഓരോ മാർക്കിലും നിങ്ങൾ ഈ ഒരു വൈറ്റ് ലൈൻ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ കറക്റ്റ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതായത് ഒരു ഒറ്റ വീഡിയോ തന്നെ 2-3 ഭാഗം കട്ട് ചെയ്ത് ആഡ് ചെയ്തിരിക്കണത്. അപ്പൊ ഇത് ഒന്നാമത്തെ വീഡിയോ ആണ് ഈ ഒരു കാണുന്നത്. അപ്പൊ ഇത് 2.4 സെക്കൻഡ് ഉണ്ട്. പിന്നെ ഈ ഒരു വീഡിയോന്റെ അവസാനത്തെ ഈ ഒരു പോർഷൻ ഇതേപോലെ സ്ക്രീന് ഇതേപോലെ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിക്കുക. സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് പിന്നെ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഇതുവരെ നിങ്ങൾക്ക് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു വീഡിയോ വരുന്നുണ്ട്. ഇവിടേക്ക് നിങ്ങൾ ഈ ഒരു ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആഡ് ചെയ്തതിന്റെ ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇനി വേറെ വീഡിയോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്ത്. എന്നിട്ട് പിന്നെ ആ ആഡ് ചെയ്തുള്ള വീഡിയോന്റെ എൻഡിങ് പോവുക, ഇതേപോലെ സ്ക്രീനിലേക്ക് ഫുൾ ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് അടിക്കുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ടിൽ ഇതേപോലെ വർക്ക് ചെയ്യുക.
അപ്പൊ ഇതിങ്ങനെയാണ് ഇത് ചെയ്തത്. പിന്നെ ഇവിടെയും കണ്ടോ, ഈ ഒരു മൂന്നാമത്തെ ക്ലിപ്പിലും നിങ്ങൾ അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യുക, ഇതേപോലെ ഫുൾ ആക്കി കൊടുക്കുക, സ്ക്രീൻഷോട്ട് അടിക്കുക, പിന്നെ ഇതേപോലെ വർക്ക് ചെയ്യുക, പിന്നെ ലാസ്റ്റിക്ക് ഒരു വീഡിയോ ആഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലത്തെ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ഇത് ചെയ്തിട്ടുള്ള ഈ ഒരു സെക്ഷൻ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരിക, ബാക്കി സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കറക്റ്റായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു ഇമേജ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോന്റെ ഭാഗത്തേക്ക് ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു ഇമേജ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി നിങ്ങൾ ഈ ഇമേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് നമുക്ക് ഒരു ഇമേജിലേക്ക് സ്റ്റാർട്ടിങ് ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിൽ എന്തെങ്കിലും കീ ഫ്രെയിം കൊടുത്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ടിലെ കീ ഫ്രെയിം ജസ്റ്റ് നമ്മൾ വീഡിയോ സൂം ചെയ്യും. അപ്പോൾ ചെറിയൊരു സൂമിങ് ആയിട്ട് ചെറിയൊരു മൂവ്മെന്റ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ എൻഡിങ് പോർഷനിലേക്ക് പോവുക, എന്നിട്ട് ഒന്ന് ഫുൾ വ്യൂ ആക്കിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക. സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇനി നമ്മൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇമേജിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് എടുക്കണം. പിന്നെ കട്ട് ചെയ്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാർട്ടൂൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു വൈറ്റ് ബോർഡർ ഇട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് ഇതിലത്തെ ആ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ചെറിയൊരു ഇമോജിയും കാണാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അടുത്ത സ്റ്റെപ്പ് ഇതേപോലെ ഒരു കാർട്ടൂൺ ടൈപ്പ് എങ്ങനെ ആക്കുക എന്നാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ അല്ലാതെ സെയിം വർക്ക് തന്നെ നിങ്ങൾ ചെയ്യരുത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുക. അപ്പൊ ഇതിലിപ്പോ ഒന്ന് ഇതേപോലെ ഒരു കാർട്ടൂൺ, പിന്നെ ഒരു ബ്ലൂ ആയിട്ട് ഒരു ഡോൾഫിനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, ഒരു നീല കളർ കൊടുത്തിട്ട്, പിന്നെ അടുത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഒരു മോഡൽ എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ അതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് എങ്ങനെ ഇങ്ങനത്തെ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആപ്പ് സ്റ്റോർ ആപ്ലിക്കേഷൻ, നിങ്ങൾ ആപ്പ് സ്റ്റോർ ഐഫോണിലാണ്, ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക. എന്നിട്ട് പ്രീക്വൽ എന്ന് സെർച്ച് ചെയ്യുക. പ്രീക്വൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കാണുന്നതാണ് ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് അവിടെ കാണിക്കുക. അപ്പോൾ അവിടെ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇമേജിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ താഴത്തെ സ്റ്റാർട്ട് എഡിറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ള ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഒരു ബോക്സിലെ എഫക്റ്റിൽ പോയിട്ട് ഇതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു AI എന്ന് എഴുതിയിട്ടുള്ളതാണ്. അത് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കാർട്ടൂൺ പ്ലസ് എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ചെറിയ ലോഡിംഗ് ഉണ്ടാവും. ആ ലോഡിംഗ് അവിടെ ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് കറക്റ്റ് ആക്കിയിട്ട് നമുക്കൊരു കാർട്ടൂൺ ടൈപ്പിൽ കിട്ടും. ഇപ്പൊ കണ്ടത് കാർട്ടൂൺ ടൈപ്പിൽ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നേരെ ഗാലറിക്ക് സേവ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോക്ക് ആവശ്യമുള്ളത് ഒന്ന് ഈ ഒരു കാർട്ടൂൺ, പിന്നെ അതിൽ യൂസ് ചെയ്ത് നീല കളർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് നീല കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും അതന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഒരുപാട് മോഡലായിട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ. അപ്പൊ നിങ്ങൾ നോക്കി നോക്കാം. ഇനി ഇതിലത്തെ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നാപ്ചാറ്റിന്റെ ഒക്കെ കിങ് കാരണം നിങ്ങൾ അപ്പൊ ആ ഒരു സ്നാപ്ചാറ്റിൽ ഒരുപാട് ഇതേപോലത്തെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലത്തെ ഇമേജസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇമേജ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇതേപോലെ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്റേഴ്സിലൊക്കെ ഉണ്ട് ഒരുപാട് ഇതേപോലത്തെ ഐറ്റംസ്. അപ്പൊ നിങ്ങൾ നോക്കുക, ആ ഒരു സ്റ്റിക്കർ ഓപ്ഷൻ്റെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പൊ ഞാൻ ഇതിപ്പോ എന്തായാലും ഗാലറിക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സേവ് ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത ഇതിൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു വൈറ്റ് ബോർഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ഒരു വൈറ്റ് ബോർഡർ ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ വല്ല സ്റ്റിക്കർ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ അത് എങ്ങനെ കാണിച്ചില്ല. അപ്പൊ അത് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മേലത്തെ ട്രാൻസ്പെറന്റ് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കാർട്ടൂൺ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒറ്റയടിക്ക് തന്നെ അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കിട്ടും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ഔട്ട്ലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഒരു എമൗണ്ട് ഒരു 7-6 ആ റേഞ്ചിൽ കിട്ടും. അപ്പൊ ഞാനതൊരു 7 ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചെയ്യേണ്ടത് ഇത് നേരെ നമ്മുടെ ഗാലറിക്ക് സേവ് ചെയ്യുക. അപ്പൊ ഞാൻ ഗാലറിക്ക് സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് ചെയ്യേണ്ടത് നേരെ ഇനി പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഒറിജിനൽ ആയിട്ടില്ല നമ്മളൊരു ഇമേജ് ഇതിലേക്ക് ഈ ഒരു പിക്സാർട്ടിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു CR കൊടുത്തിട്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ളതിന്റെ ഒരു ഒറിജിനൽ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇമേജിൽ ഇനി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്പ് എടുക്കുക. ക്രോപ്പ് സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് 9:16 റേഷ്യോയിൽ ക്രോപ്പ് ചെയ്യുക. അപ്പൊ ക്രോപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു ക്യാപ് കട്ടിൽ നിന്ന് സ്ക്രീൻഷോട്ട് അടിച്ചുകൊണ്ട് അതിന്റെ കുറച്ച് ഐറ്റംസുകൾ ആ ക്യാപ് കട്ടിന്റെ ഇതിലേക്ക് കാണും. അപ്പൊ അത് മാക്സിമം കാണാത്ത രീതിക്ക് നിങ്ങളൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മേലത്തെ അപ്ലൈ കൊടുത്തു. ശേഷം താഴത്തുള്ള ബോക്സിൽ ആഡ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റ് ആക്കിയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് നേരെ ഗാലറിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മതിച്ചാൽ ഇങ്ങനെ ഗാലറിക്ക് സേവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു താഴത്തുള്ള ബോക്സിലെ സ്റ്റിക്കർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്റ്റിക്കർ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മേലത്തെ സെർച്ച് ബാറിൽ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ കപ്പിൾ റിലേറ്റഡ് ജസ്റ്റ് ഒരു ലവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുക.
അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്തെങ്കിലും ഇമോജീസോ കാര്യങ്ങളൊക്കെ അതിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ടെഡിയുടെ ഈ ഒരു സാധനമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മറ്റേ റെഫറൻസ് ആക്കി കാണിച്ചു തന്നിട്ടുള്ള ഇത് അതേപോലെ വേണമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് ബോർഡർ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വൃത്തി കിട്ടില്ല. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചേഞ്ചസ് വരുത്തിയിട്ട് വേണം ഏതൊരു എഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇത് കിട്ടൂല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ 2 എണ്ണം അതേപോലെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ സ്നാപ്പിലൊക്കെ ഒരുപാട് പേര് സ്റ്റോറീസ് ഒക്കെ ഇടുമ്പോൾ കാണാം ഇൻസ്റ്റാഗ്രാമിലുണ്ട് നെറ്റിലൂടെ കുറേ ലവിൻ്റെ എന്തൊക്കെ കാണുന്നത്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സാധനം അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാക്സിമം എത്ര അടിപൊളിയാക്കാൻ പറ്റും അത്ര നിങ്ങൾ അടിപൊളി ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2-3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നേരെ ഗാലറിക്ക് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നേരെ നമ്മുടെ ക്യാപ്കട്ടിക്ക് തന്നെ വരിക. ക്യാപ്കട്ടിക്ക് വന്നിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇനി ഇത് ഈ ഒരു കാർട്ടൂണിന്റെ ഈ ഒരു ഇമേജ് കഴിഞ്ഞോടത്തേക്കൊക്കെ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തുള്ള ആഡ് ചെയ്യുക. പിന്നെ ഈ ഒരു കാർട്ടൂണിന്റെ ഇല്ലാത്തടത്തേക്ക് നമ്മളൊരു വീഡിയോ ഒന്ന് സ്നാപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് സ്നാപ്പല്ല ക്യാപ്കട്ടിൽ നിന്ന് സ്ക്രീൻഷോട്ട് അടിച്ചുള്ള ഇമേജ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് ക്യാപ്കട്ടിൽ നിന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ ഫുൾ വ്യൂ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ആക്കിയിട്ട് അതിന്റെ ഒറിജിനൽ ആയിട്ട് നമ്മൾ ക്യാപ്കട്ടിൽ നിന്ന് സേവ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇനി അടുത്തത് ഇപ്പോൾ നമ്മളൊരു എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കട്ടൗട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ അടുത്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അപ്പൊ ഇങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം മെത്തേഡ് തന്നെ പിന്നെ അടുത്ത് ഇതേപോലെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെയിം മെത്തേഡ് വീഡിയോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോന്റെ എൻഡ് ഭാഗം ഫുൾ സ്ക്രീൻ ആക്കി സ്ക്രീൻഷോട്ട് അടിക്കുക. സ്ക്രീൻഷോട്ട് ഇതേപോലെ നമ്മൾ എഡിറ്റ് ചെയ്യുക. പ്രീക്വല്ലോ അല്ലെങ്കിൽ നിങ്ങൾ സ്നാപ്ചാറ്റിലോ ഇതേപോലത്തെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ അതേ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിങ്ങനെ മേക്ക് ചെയ്തെടുക്കാന്ന് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കണം. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയി വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പെട്ടെന്ന് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ഓക്കെ, ബൈ.